ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് എന്റെയും മിൻചേട്ടന്റെയും കുഞ്ഞാപ്പിയുടെയും ഞങ്ങളുടെ ഫാമിലിയുടെ ഫുൾ വക മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പം എനിക്ക് കുറെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. നൈബേഴ്സും പിന്നെ വിൻചേട്ടനും പിന്നെ വാടിന്നൊക്കെ കിട്ടിയ കുറെ ഗിഫ്റ്റ് ഉണ്ട്. ഇത് പക്ഷെ എനിക്ക് വിൻചേട്ടൻ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് മേടിച്ചു തന്ന ഗിഫ്റ്റ് ആണ്. ബർത്ത്ഡേ ഇപ്പോഴല്ല, ജാനുവരി 5-നാണ് ബർത്ത്ഡേ. പക്ഷെ നേരത്തെ ഓർഡർ ചെയ്തുകൊണ്ട് നേരത്തെ വന്നു. അതുകൊണ്ട് എന്തായാലും ഞാൻ ഇത് തുറന്നു നോക്കണമെന്ന് പറഞ്ഞ് വേളം വെക്കും. അതുകൊണ്ടാണ് ഇത് വന്നത്. പക്ഷെ ഇതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും വലിയ ഗിഫ്റ്റ് ഒക്കെ എന്തോ എനിക്ക് തരാനുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ എനിക്ക് ഇത് ആദ്യം പൊട്ടിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറകെ ബാക്കിയുള്ള ഇതെല്ലാം പൊട്ടിച്ച് കാണിച്ചു തരാം. പൊട്ടിക്കട്ടെ? എന്താന്ന് ഗസ് ചെയ്യണോ? മൈക്കൽ കോഴ്സിന് എന്തോ ഇത് ശക്തി എടുക്കാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ, ഇത്രയും വലിയ ഗിഫ്റ്റ് ഒക്കെ എനിക്ക് കിട്ടാറായോ? ഈ ബോയൊക്കെ ഉണ്ട്. ഇതെങ്ങനെ തുറക്കുന്നേ? ബാഗ്, മൈക്കൽ കോഴ്സിന്റെ ബാഗ്. അയ്യോ, സൂപ്പറേ, താങ്ക് യു സോ മച്ച്. പൊട്ടിക്കത്. അയ്യോ, ഇതൊക്കെ ഞാൻ ഉപയോഗിക്കാറായോ? ഇതെന്തുവാ അറിയത്തില്ല. ഇതെല്ലാം മാറ്റണോ? MK. My God. And a favorite black color. Thank you so much. ഇഷ്ടപ്പെട്ടോ? സൂപ്പറാ. മൈക്കൽ കോഴ്സ് എന്റെ ഫേവറേറ്റ് ബ്രാൻഡാണ്. മൈക്കൽ കോഴ്സിന്റെ വാച്ചാണ് ഞാൻ ആദ്യം എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. പക്ഷെ മൈക്കൽ കോഴ്സിന്റെ എല്ലാ പ്രൊഡക്ട്സും എനിക്ക് ഇഷ്ടമാണ്. ബാഗ് എനിക്ക് വേണ്ട സാധനം. വാച്ച് എനിക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല നേഴ്സ് ആയതുകൊണ്ട്, കാരണം കയ്യിലൊന്നും ഇടാൻ പറ്റത്തില്ല. പക്ഷെ ബാഗ് എന്തായാലും ആവശ്യമുള്ള സാധനം. അപ്പം താങ്ക് യു സോ മച്ച്. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇത്രയും വലിയ ഗിഫ്റ്റ്. ഞാൻ വല്ല ചെറിയ ചെറിയ സാധനമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അപ്പം ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് നേരത്തെ കിട്ടി. അപ്പം താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ വീട്ടിൽ തന്ന ഗിഫ്റ്റ് എല്ലാം നമ്മൾ കണ്ടു. നല്ല അടിപൊളി പാക്കിംഗ് ഒക്കെ ആയിരുന്നു. ഇനി ഞങ്ങളുടെ നൈബേഴ്സ് ആയിട്ടുള്ള ഡെനിസിന്റെ ഹസ്ബൻഡും നമ്മുടെ തൊട്ടടുത്താ താമസിക്കുന്നത്. അവര് തന്ന ഗിഫ്റ്റാണ്. അവരൊരു കാർഡും പിന്നെ ഒരു ഗിഫ്റ്റും പിന്നെ ഒരു ബോട്ടിലും തന്നിട്ടുണ്ട്. ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഇതാദ്യം എടുത്ത് വായിക്കാം. Wishing you a wonderful Christmas. Sorry couldn't come down. Had house full of visitors and family, so we'll see you on Sunday. Okay, have a great time. Dennis, to both of you, have a Merry Christmas, Happy New Year. Love, Dennis and David. ഓക്കെ, അവര് ഹസ്ബൻഡും വൈഫാണ്. അവര് ഇങ്ങനെ അവർക്ക് ഇന്ത്യൻ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോ കൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പൊ അവര് തന്ന ഗിഫ്റ്റാണ് ഈ കാർഡ്. ഇനി ഇത് എന്നാന്ന് നോക്കാം. ഇതിനകത്ത് എന്തോ എഴുതിയിട്ടുണ്ട്. മേരി ക്രിസ്മസ്, ലവ്, ഡേവിഡ്, ഡെനിസ്, സീ യു ഓൺ സൺഡേ. സൺഡേ കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ക്രിസ്മസ് ആയതുകൊണ്ട് ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും. ഇതെന്താ പെർഫ്യൂം ആണോ അല്ലേ? ബ്ലാക്ക് ഡസ്ക് അല്ലയാണോ? അല്ലായിരിക്കും. ഫോർ വുമൺ ഇതെനിക്കാ. ഇത് വെച്ചായിരുന്നു.
ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ടു ബോത്ത് ഓഫ് യു മേരി ക്രിസ്മസ് ലവ് ഡേവിഡ് ആൻഡ് ഡെനിസ്. ഇത് വൈനായിരിക്കും. സമ്മർ ബെറീസ് ഫ്രൂട്ടി റോസ്. വൈനല്ലേ? വൈന. പിന്നെ വേറെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. ഇതെനിക്ക് എൻ്റെ വാർഡ് മാനേജർ എലൈസ് തന്നതാണ്. ഇതെനിക്ക് സ്പെഷ്യൽ ഗിഫ്റ്റാണ്. പിന്നെ ഇത് ഞങ്ങളുടെ ക്രിസ്മസ് ഫ്രണ്ടിന് കിട്ടിയ ഗിഫ്റ്റാണ്. ഇത് ഷാള്, ഒരു വൂളൻ ഷോള്. ഇതാണ് എനിക്ക് ക്രിസ്മസ് ഫ്രണ്ടിന് വാർഡിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ക്രിസ്മസ് ഗിഫ്റ്റുകളെല്ലാം. മിഞ്ചാന്റെ ഗിഫ്റ്റൊക്കെ ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റ ബൈ ബൈ, ഹാപ്പി ക്രിസ്മസ്.